താൻ ഇന്ന് എങ്ങോട്ടും പോകണ്ട, റൂമിൽ തന്നെ ഉണ്ടാവണം. തനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ഇന്ന് ദേവൂട്ടി തന്നെ കാണാൻ അവിടെ വരും. എന്നെ കാണാൻ അവൾ ഇവിടെ വരുമെന്നോ? എന്തിന്? അതേടോ, ഇത്രയും നാള് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണോ താൻ കരുതിയത്? ഇന്നേ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്ന ദിവസം. അതുകൊണ്ടാ താൻ ഇന്ന് അവിടെ തന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് തന്റെ മുന്നിൽ വെച്ച് സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു വെക്കോളാമെന്ന് ദേവൂട്ടി തനിക്ക് വാക്ക് തരും. നേരാണോ തമ്പിയേട്ടാ? തമ്പിയേട്ടാ, എനിക്കിത് വിശ്വസിക്കാമോ? പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ തമാശ പറയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായും എന്റെ വാക്കുകൾ തനിക്ക് വിശ്വസിക്കാം. തമ്പിയേട്ടൻ അവിടെ ഇരുന്നോണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതൊക്കെ എന്റെ കൂടെയുള്ള ആൾക്കാരുടെ മിടുക്ക. അങ്ങനെ കൂറുള്ളവർ കൂടെയുള്ളപ്പോ ഇതല്ല ഇതിലപ്പുറം ഞാൻ വിചാരിച്ചാൽ നടക്കും. എന്റെ ഈശ്വര, എനിക്കിപ്പോഴും ഒരു സമാധാനമായത്. അല്ല, സന്ദീപും മുത്തശ്ശി അവിടെ ഉണ്ടല്ലോ. ദേവൂട്ടി വരുമ്പോ അവരെ കൂടി വിളിക്കണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ചായിരിക്കും അവള് തനിക്ക് വാക്ക് തരാൻ പോകുന്നത്. ആ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ അങ്ങനെ ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു. പറയും, പറയിച്ചിരിക്കും ഞാൻ. താനൊന്ന് സമാധാനായിട്ടിരിക്കെ. ആ, അവള് വന്നിട്ട് പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കേ. ഓക്കെ. ഡാഡി, ഇത് നടക്കുന്ന വല്ല കാര്യമൊക്കെ തന്നെയാണോ? അതോ ഇനി വെറുതെ ശ്രീകലാമ്മയെ പറഞ്ഞ് മോഹിപ്പിച്ചതാണോ? എന്താടി മോളെ, നിനക്കൊരു സംശയം? നിനക്കും നിന്റെ ഡാഡിയെ വിശ്വാസമില്ലാതെ ആയോ? ഇന്ന് ഘോരയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളൂ. വേതാളരൂപിണി, വേതാളമൂർത്തി, അഘോരിണി, നീ നീ എവിടെ? എവിടെ? നിനക്ക് കളത്തിലിറങ്ങാൻ സമയമാഘതമായിരിക്കുന്നു. അങ്ങ് കൽപ്പിച്ചാലും അങ്ങയുടെ വിളിക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. ഇത്തവണ എന്റെ ദൗത്യം എന്താണെന്ന് പറഞ്ഞാലും പറയാം. ഈ രൂപം വിട്ട് സുന്ദരിയായ ഒരു യുവതിയായി വേണം നീ കളത്തിലിറങ്ങാൻ. എന്ന് പുതിയ വേഷമറിഞ്ഞപ്പോ അഘോരിണിയുടെ മുഖം പ്രസന്നമായല്ലോ. വേഷപ്പകർച്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിനോദമെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങ് പറയുന്ന സമയത്ത് ഞാൻ തയ്യാറായിരിക്കും. അഘോരിണി.
ദേവുട്ടി എന്നെ കാത്തു നിൽക്കായിരുന്നു അല്ലേ? നീ തൊഴുന്നത് ഞാൻ കണ്ടു. പക്ഷേ അപ്പോഴേക്കും അവിടെ വലിയ തിരക്കായിരുന്നു. ഇന്ന് ഒരുപാട് പേരെന്നെ കാണാൻ വന്നു. നമ്മൾ എന്നും കാണുന്നവരല്ലേ? വല്ലപ്പോഴും ഒരിക്കൽ എന്നെ കാത്തു നിൽക്കുന്നവർക്ക് അല്പനേരം കാതും മനസ്സും കൊടുക്കണ്ടേ? അല്ല, എന്താ ദേവുട്ടിക്ക് പറയാനുള്ളത്? അതിനെന്താ, നിനക്ക് എപ്പോ വേണേലും എന്റെ അടുത്തേക്ക് വരാലോ. ഞാൻ അവിടെ വന്ന് നിന്റെ അമ്മയോട് സംസാരിച്ച് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നെന്നോ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ ദേവുട്ടി. അതിനും സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിന്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനയും ഒരിക്കലും മൂകാംബികാമ്മ കേൾക്കാതിരിക്കില്ലെന്ന്. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ എപ്പോഴും നിന്നെ രക്ഷിക്കുന്ന മൂകാംബികാദേവി എന്തേ നിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാത്തേന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചില കാര്യങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയമായിന്ന് അമ്മയ്ക്ക് തോന്നിയിരിക്കും. അതുകൊണ്ടാവും നിന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് എന്റെ അടുത്തേക്ക് അമ്മ കൂട്ടിക്കൊണ്ടു വന്നത്. ഈ സത്രത്തിലേക്ക് പൊയ്ക്കോളൂ. ഈ പ്രസാദം ശിവപ്രിയമോൾക്ക് കൊടുക്കണം. അവിടെ എത്തുന്നത് വരെ ഈ പ്രസാദം നിലത്ത് വെക്കരുത്, കേട്ടോ? എന്നാ പൊയ്ക്കോളൂ. ഞാൻ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചിട്ടേ സത്രത്തിലേക്ക് വരൂ. ദേവുട്ടി, ഞാൻ തന്ന മോതിരം നിന്റെ വിരലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? നല്ലത്. എന്നാ പൊയ്ക്കോളൂ. പ്രസാദം ശിവപ്രിയമോൾക്ക് കൊടുക്കുന്ന കാര്യം മറക്കണ്ട, കേട്ടോ?